ചങ്ങനാശ്ശേരിക്ക് മാറ്റുകൂട്ടാൻ AGD ഗോൾഡൻ ഡയമണ്ട്സ് മെയ് 1 ഉദ്ഘാടന വേളയിൽ 10 പവനോ ഡയമണ്ട് നെക്ലേസ് സ്വന്തമാക്കൂ. ഒഫൻഡഡ് ആവരുത് എന്നാലും ഞാൻ ചോദിക്കുവാണ്. അവിടുത്തെ ചിരി ഇവിടെ വരെ കേൾക്കാം. ചേച്ചി അത്ര വൈബ്രന്റ് ആണ് അല്ലേ ചേച്ചി? ഇവനോ ചന്ദുന് പിന്നെ ഡ്രസ്സിന്റെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഇട്ടതൊക്കെ എപ്പോഴെങ്കിലും വേണം, അല്ലെങ്കിൽ ഇതെനിക്ക് ഞാൻ സ്വന്തമായിട്ട് എടുത്തോട്ടെ? കയ്യിൽ കിടക്കുന്നത് എന്റെ സ്വന്തമാണ്. ഓ മൈ ഗോഡ്, ഞാൻ ഓൾറെഡി ചന്തുവിന്റെ ഇന്റർവ്യൂസ് എടുത്തിട്ടുണ്ട്, അപ്പൊ എനിക്ക് ഇവനെ നന്നായിട്ട് അറിയാം. ഒരൊറ്റ ഇന്റർവ്യൂ എടുത്തിട്ടുള്ളൂ. നടനും നടിയൊക്കെ ആയി കഴിയുമ്പോഴത്തേക്ക് വാങ്ങിക്കാൻ വേണ്ടി വെച്ച് തന്നൊരു സാധനം കാണും. കാരണം അപ്പോഴാണല്ലോ കുറെ കൂടെ കാശൊക്കെ നമ്മുടെ കൈ വരുന്നത്. എനിക്ക് പൈസ കിട്ടിയിട്ടുണ്ടോ എന്ന് വരെ ഒരു ചുരിദാറോ. നിങ്ങളെപ്പറ്റി തന്നെ കേട്ടിട്ട് ഞെട്ടിപ്പോയി റൂമറുണ്ടോ? ഞെട്ടാനേ എനിക്ക് സമയമുള്ളൂ. ഞാൻ മരിച്ചു പോയിന്ന് പറഞ്ഞാൽ കേട്ടിട്ടുണ്ട്. ഞാൻ അമേരിക്കയിൽ പോയിട്ട് അബോർഷൻ ചെയ്തു. ഞാൻ അബോർഷൻ ചെയ്ത് മരിച്ചു. അമേരിക്കയിൽ അബോർഷൻ ചെയ്തു, ആലുവയിൽ അബോർഷൻ ചെയ്തു, കൊച്ചിയിൽ അബോർഷൻ ചെയ്തു, ചെന്നൈയിൽ അബോർഷൻ ചെയ്തു. ഞാൻ എന്ത് പൂച്ചയോ? അബോർഷൻ ചെയ്ത് എനിക്ക് വയ്യ. അവസാനം എനിക്ക് മടുത്തത് കേട്ട് ചെയ്തു എന്നങ്ങനെ വിചാരിച്ചേക്കാം. ഇനി ചോദിക്കരുത്. 250 കോടിയുടെ 10 കോടി വെച്ചിട്ട് എല്ലാരും കിട്ടിയിട്ടുണ്ട്. 10 കോടി ഞങ്ങള് വീട്ടില് കടഞ്ഞു പോയി ആൾക്കാർ വരും. ഒന്നും കിട്ടിയിട്ടൊന്നുമില്ല. 1 കോടി എന്തോ കിട്ടിയത്. 1 കോടി കിട്ടിയിട്ടുണ്ടാവും. റിജക്ഷൻ ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല. റിജക്ഷൻ ഒന്നും കിട്ടിയിട്ടില്ല. ചേച്ചി ഇവിടെ ഉണ്ട്, സൂക്ഷിച്ചു. പിന്നെ പറയാൻ നല്ല വിഷമമുണ്ടല്ലോ. ആരോടൊന്നും പറയാനുമില്ല. അവർക്ക് എന്താ, അവർക്ക് പോയി അല്ല ഇപ്പൊ എന്താ കണ്ണു തുറക്കാൻ എനിക്ക് തോന്നുന്നു. വിടുവാലും. ഹായ്, ഹലോ, വെൽക്കം ടു ജാങ്കോ സ്പേസ്. നടികർ എന്ന സിനിമയുടെ വിശേഷങ്ങളുമായി ഇന്ന് എന്നോടൊപ്പമുള്ള നടികർ സംഘം മുഴുവനുണ്ട്. ഞാൻ ആരും പേരെടുത്ത് പറയുന്നില്ല, കാരണം എല്ലാവർക്കും അറിയാം. ടോവിനോ ചേട്ടൻ, ഭാവന ചേച്ചി, ചന്തു ആൻഡ് ബാലു ചേട്ടൻ. സ്വാഗതം. ആരോടും പറയുന്നില്ല, ഞാൻ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല. ട്രിക്ക് ടേമാണല്ലേ നടികർ സംഘം. പക്ഷെ അതങ്ങനെ ശരിക്കും ഒരു സംഘടന അല്ല. അതെന്തെന്നറിയോ, മറ്റേ ഞാൻ ഒരു വീഡിയോ കണ്ടായിരുന്നു. നിങ്ങളും നടികർ സംഘത്തിന്റെ ആൾക്കാരല്ലേ ചോദിച്ചിട്ട് മറ്റേ പൂജക്ക് ഇതൊരു സംഘടനയുടെ പേരല്ലേ നടികർത്തിലൊക്കെ കടമെടുത്തതാണ്. അല്ല, ഇപ്പൊ ഞാൻ നോക്കുമ്പോഴത്തേക്കേ ഇന്നലെ മുതൽ ഇന്നായിട്ട് കുറെ ഇന്റർവ്യൂസ് കഴിഞ്ഞു. എല്ലാ സ്റ്റോക്കും തീർന്നു, എന്റെ കയ്യിലും ഒന്നുമില്ല. അപ്പൊ നമ്മൾക്കൊരു ഗിവ് ആൻഡ് ടേക്ക് പോലെ ഒന്ന് കനിയണം. അപ്പൊ ഞാൻ ആദ്യം തന്നെ പറയുകയാണ്, നമ്മുടെ മഞ്ഞുമലിനകത്ത് സൂക്ഷിൻ ചേട്ടൻ പറഞ്ഞ കാര്യമുണ്ട്. ഈ സീൻ മാറ്റി എന്നുള്ളൊരു ഡയലോഗ് പറഞ്ഞു, സീൻ മാറി. ഈ സിനിമയെ പറ്റി ടോവിനോ ചേട്ടൻ എന്താണ് അങ്ങനെ ഒരു വാചകം പറയാൻ പറഞ്ഞാൽ എന്ത് പറയും? നമുക്ക് വൈറലാവണം. അപ്പൊ ചേട്ടനും വൈറലാവും, എന്റെ ഒരു ഒരു വാചകത്തില് ഇതെന്ത് പറയാൻ പറ്റും? ഗതികെട്ട ഒരു സൂപ്പർ സ്റ്റാറിന്റെ കരളിയിക്കുന്ന കഥനകഥ ഹാസ്യത്തിന്റെ മെമ്മറിയിൽ അവതരിപ്പിച്ചിരിക്കുന്ന നടികർ എന്ന് പറയുന്ന സിനിമ നിങ്ങളെല്ലാവരും കണ്ടു നോക്കും. പിന്നെ മറ്റേ സീൻ മാറ്റമില്ല എന്നൊക്കെ പറയാനായിട്ട് സുഷിനെ വിളിച്ച് ചോദിച്ചു വെക്കും. സുഷിനോട് തന്നെ ചോദിക്കണം, അവൻ പറഞ്ഞാലേ കറക്റ്റ് ആവും. അതാണ് കാരണം. ഓൾറെഡി ഇപ്പൊ എല്ലാ സിനിമയും വിളിച്ചപ്പോഴും ഞാൻ ഇടയ്ക്ക് മഞ്ജുമലിന്റെ ഇന്റർവ്യൂല് ചിതുചേട്ടനോട് ചോദിച്ചപ്പോൾ ചിതുചേട്ടൻ പറഞ്ഞു, ഇപ്പൊ ഏത് സിനിമ വന്നാലും അവനോട് പറയാറുണ്ട്, നീ എന്തേലും ഒന്ന് പറ, ചിലപ്പോ അത് അതേപോലെ ആകുമെന്നുള്ളത്. അപ്പൊ അതേപോലെ ഇതിനകത്ത് ഞാൻ സീൻ മാറ്റുന്ന പക്ഷെ ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. ഉണ്ട്, ഞാൻ കണ്ടു. പാട്ടിനിടയ്ക്ക് ഞാൻ സുഷിൻ ചേട്ടനെ കണ്ടു. അപ്പം നിങ്ങൾ പറഞ്ഞായിരുന്നോ, എടാ നീ എന്തെങ്കിലും ഒന്ന് പറ, ചിലപ്പോ അത് കട്ടിക്കേറി പൊക്കോളൂ പറഞ്ഞു. അങ്ങനെ പറഞ്ഞുകൊണ്ടൊന്നും
സിനിമ നന്നാവില്ല. അത് മനസ്സിൽ തോന്നി പറഞ്ഞത് അന്ന് ആ സിനിമയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണെന്ന് അവൻ പറഞ്ഞു. അഭിനയിച്ചൊരു സീൻ ഉണ്ട്, അത് ഞങ്ങള് മാറ്റി. ആ scene ആ scene ഞങ്ങള് മാറ്റി. ഞാനിപ്പോ പുറത്ത് നിന്ന് കേൾക്കുമ്പോഴേ നമ്മുടെ ഭാവിച്ച് പണ്ട് പോലത്തെ തന്നെ എനിക്ക് തോന്നുന്നു. കാരണം അവിടുത്തെ ചിരി ഇവിടെ വരെ കേൾക്കാം. ചേച്ചി അത്ര വൈബ്രന്റ് ആണ്. Appreciation ആണോ? Depreciation ആണോ? മനസ്സിലാവണമല്ലോ. Appreciation ആണ്. കാരണം അത്രയ്ക്ക് വൈബ്രന്റ് ആണ് ചേച്ചി. നമ്മൾ ആ ഹണിബിക്കത്തൊക്കെ കാണുന്ന ആ ഒരു വൈബ്രന്റ് അങ്ങനെ തന്നെയാണ്. കാരണം ഞാൻ ആദ്യമായിട്ടായിരിക്കില്ല ചേച്ചിയെ നേരിട്ട് കാണുന്നത്. അപ്പൊ അതേപോലെ തന്നെയാണ്. അപ്പം അതിൽ നിന്ന് ഇവിടേക്ക് വരുമ്പോഴത്തേനും ചേച്ചിയുടെ ഒരു ക്യാരക്ടർ എന്താണ്? ഞാൻ ഇങ്ങനെ സീരിയസ് ആവാനൊക്കെ നോക്കും. അതായത് ഭയങ്കര മെച്ചുവർഡായി, ഭയങ്കര സീരിയസ് ആയി, ഇന്റലക്ച്വൽ ആയി എന്നൊക്കെ പറയിപ്പിക്കണം എന്നൊക്കെ വിചാരിക്കും. പക്ഷെ അതെ, പക്ഷെ പാളിപ്പോ. പിന്നെ ഇങ്ങനത്തെ ഒരു ടീമിന്റെ കൂടെ വരുമ്പോ ഞങ്ങൾ കുറെ നാളുകളായിട്ടുള്ള ഒരു ഗ്യാങ് ആണ്. ഇവരുടെ അടുത്തൊന്നും എന്ത് ചെയ്തിട്ടും കാര്യമില്ല. ഇനിയിപ്പോ ഞാൻ ശരിക്കും ഇന്റലക്ച്വൽ ആയാലും ഒരു കാര്യമില്ല. അതെ അതെ മൂളയിലേ നുള്ളിക്കളയും. അത് കാരണം ഞാൻ പിന്നെ ഒന്നും പറഞ്ഞിട്ടല്ലേ, വിധിയുടെ വിളയാട്ടം എന്ന് മാത്രം പറയാൻ പറ്റുള്ളൂ. അത് എന്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് ഇപ്പൊ നേരത്തെ പറഞ്ഞ ഈ ഗതികെട്ട സൂപ്പർ സ്റ്റാറിന്റെ ഒരു ഗതികെട്ട കാമുകി സൂമികം എക്സ് കാമുകി എന്നുള്ള ഒരു ക്യാരക്ടറാണ്. അത് ആൻബാവ എന്നാണ് ആ ക്യാരക്ടർ. ഓൾറെഡി എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ഒരു ആക്ട്രസിന്റെ മൂവിയിൽ പുതുമുഖമായി വരുന്ന ഒരു നായകനാണ് ഡേവിഡ് പടിക്കൽ. അപ്പോൾ ആ മൂവി സക്സസ് ആവുന്നതോടുകൂടെ ഓവർനൈറ്റിൽ ഡേവിഡ് പടിക്കൽ ഒരു സ്റ്റാർ ആവുകയും അതിനുശേഷം ഡേവിഡ് പടിക്കലിന്റെ ലൈഫിൽ വരുന്ന മാറ്റങ്ങൾ, പേഴ്സണൽ ലൈഫിൽ വരുന്ന മാറ്റങ്ങൾ, കരിയർ എങ്ങനെ പോകുന്നു, എങ്ങനെ അത് താഴേക്ക് വരുന്നു, അപ്പോൾ ഈ ഫസ്റ്റ് ഇപ്പം ഈ കാമുകി എന്ന് പറഞ്ഞ ഈ ക്യാരക്ടറിന് എന്ത് സംഭവിക്കുന്നു, ഇതൊക്കെയാണ് എൻ്റെ ഏരിയ വരുന്നത്. അത് ഇപ്പോൾ ടോവി പറഞ്ഞ പോലെ നമ്മളിപ്പോൾ ഇൻ്റർവ്യൂസിൽ കണ്ടിട്ട് അല്ലെങ്കിൽ ക്യാരക്ടേഴ്സ് കണ്ടിട്ടാണ് നമുക്കൊരു ആക്ടറിനോട് നമുക്ക് ഇഷ്ടം തോന്നുന്നത്. ചിലപ്പോൾ ഭയങ്കര വൈബ്രൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഭയങ്കര കോമഡി ചെയ്യുന്ന ഒരാൾ നേരിട്ട് ചിലപ്പോൾ അധികം സംസാരിക്കാത്ത ഒരാളായിരിക്കും. ഭയങ്കര സീരിയസ് ആയിട്ട് നമ്മൾ സ്ക്രീനിൽ കാണുന്ന ഒരാൾ നേരിട്ട് ചിലപ്പോൾ ഭയങ്കര കോമഡി പറയുന്നത്. അപ്പോൾ ഈ കാണുന്ന ഒരു പേഴ്സോണയാണ് നമുക്കിഷ്ടം. എത്രയോ പേര് നേരിട്ട് കാണുമ്പോൾ ഞങ്ങളുടെ അടുത്ത് സംസാരിച്ചില്ല, അല്ലെങ്കിൽ നേരിട്ട് ഭയങ്കര അങ്ങനെ ഓപ്പോസിറ്റ് ആവാനും ചാൻസ് ഉണ്ട്. സോ ഈ സിനിമയിലുള്ള അല്ലാതെ ഇൻ്റർവ്യൂസിലെല്ലാം അല്ലാതെ ക്യാമറാസ് ഒന്നും ഇല്ലാത്തപ്പോൾ വീട്ടിൽ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് അവനവൻ്റെ ഒരു കംഫർട്ട് സ്പേസിലുള്ളപ്പോൾ ആ ഒരു സ്റ്റാർ എന്ന് പറയുന്ന ആൾ എന്താണ്, അയാൾ എന്തൊക്കെ ഗോ ത്രൂ ചെയ്യുന്നു, അയാളുടെ ഉള്ളിലത്തെ ഇൻസെക്യൂരിറ്റീസ് പുറത്ത് വരാം, അത് കവറപ്പ് ചെയ്യാൻ അയാൾ ചെയ്യുന്ന കുറേ കാര്യങ്ങൾ, ഇതൊക്കെയാണ് ഡേവിഡ് പടിക്കലിന്റെ ലൈഫിലൂടെ ആൾക്കാർക്ക് മനസ്സിലാവും. ഇവർക്കും ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ടോ, അല്ലെങ്കിൽ ഇവരിങ്ങനെയാണോ എന്നുള്ള ഇതും ഇതൊക്കെ തന്നെ എന്നുള്ള ഒരു ക്ലാരിറ്റി കുറവ്, ഇൻസെക്യൂരിറ്റീസ് എല്ലാവർക്കും ഉണ്ടാവും. ഇൻസെക്യൂരിറ്റീസ് ഉണ്ടാവും, നമുക്ക് ഡിപ്രഷൻ വരും, നമുക്ക് മൂഡ് സ്വിങ്സ് ഉണ്ട്, കൺഫ്യൂഷൻസ് ഉണ്ട്, ഒന്നിനും ഒരു ക്ലാരിറ്റി ഇല്ലാത്തൊക്കെ ചില സമയം, മിക്ക സമയങ്ങളിൽ എനിക്കൊക്കെ. അപ്പോൾ അങ്ങനെ കുറെ കാര്യങ്ങൾ റിയൽ ആയിട്ട് കാണിച്ചു കൊടുക്കുന്ന. അപ്പോൾ എനിക്ക് തോന്നുന്നു സിനിമ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ആക്ടേഴ്സിനും പേഴ്സണൽ ലെവൽ ഇത് കണക്റ്റഡ് ആവും. ആൾക്കാർക്ക് ഇത് ഇങ്ങനെയാണല്ലേ എന്നുള്ള രീതിയിൽ. പിന്നെ ഒരു ഫാൻ ബോയ് മൊമെന്റ് ഒക്കെ ഉള്ള ഒരുപാട് പേരുണ്ട്. അവർക്കൊക്കെ കണക്റ്റഡ് ആവാൻ പറ്റുന്ന ഒരുപാട് എലിമെന്റ്സ് ഈ മൂവിയിലുണ്ട്. ഇപ്പൊ ഈ ട്രെയിലറിനകത്ത് കണ്ടപ്പോൾ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ഭാവൻ ചേച്ചിയുടെ എല്ലാ സിനിമകളിലും ഞാൻ കാണാറുണ്ട്, നായകനെ അടിച്ച് നന്നാക്കുന്ന ഒരു നായികയാണ്. കാരണം അത് ചോട്ടമ്മയ്ക്ക് സുരാജേട്ടൻ ഇട്ട് ഓർമ്മ കൊടുക്കുന്നുണ്ട്, കാരണം തേച്ചിട്ട് പോകുമ്പോൾ. അതേപോലെ ഹണീബിക്കകത്ത് ഓർമ്മ ശരിയാണെങ്കിൽ ആസിഫലിക്ക് എന്തോ പറയുമ്പോൾ ഓർമ്മ പൊട്ടിക്കുന്നുണ്ട്. അതേപോലെ ഇതിനകത്ത് ടോവി ചേട്ടനെ അടിച്ച് നന്നാക്കുന്ന ഒരു നായികയാണ്. ഇതില്ല എന്നെ പണ്ടേ അടിച്ചു നന്നായി. അതിനകത്ത് ഞാൻ കൊച്ചിനെ കൊണ്ട് മറ്റേ കാറ്റടിപ്പിക്കുന്നത് കണ്ടിട്ട് കൊച്ചിന്റെ അമ്മ വന്നിട്ട് ചെകിട്ടത്തടിക്കുന്ന ഒരു സാധനമുണ്ട്. അതാണ് ആദ്യം ഞങ്ങൾ ഒരുമിച്ച് അഭിനയിക്കുന്നത്. അതൊരു അടി സീനായിരുന്നു ഫസ്റ്റ്. അതെ അതെ. ഇതിലും ഈ ഡേവിഡ് പടിക്കൽ എന്ന് പറയുന്ന ആള് ഒരു റിയാലിറ്റി മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു ക്യാരക്ടർ ഈ ആൻബാവ എന്നുള്ള ക്യാരക്ടറാണ്. അപ്പൊ അത് കുറച്ച് ആ പറയുന്ന രീതിയും അതൊക്കെ അങ്ങനെയാണ് സംസാരിക്കുക. അതായത് നീ എന്താന്ന് എനിക്കറിയാലോ എന്നുള്ള രീതിയിൽ താഴേക്ക് വാ എന്നുള്ള രീതിയിൽ പറഞ്ഞു കൊടുക്കുന്നത്. ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന ഒരാളായിരിക്കും ഡേവിഡിനും. അതറിയാം, ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന ആളാണ് എന്നുള്ളത്. അത് തന്നെയായിരിക്കും ഇവരുടെ തമ്മിലുള്ള കോൺവെർസേഷന്റെ ബ്യൂട്ടി. ഒഫൻഡഡ് ആവരുത് എന്നാൽ ഞാൻ ചോദിക്കുകയാണ്, ഒഫൻഡഡ് ആവും. അന്ന് കൂതറയ്ക്ക് കിട്ടിയ അടിയുണ്ട്, ഇന്ന് കിട്ടിയ അടിയുണ്ട്, എപ്പോഴെങ്കിലും ഒരാൾ തിരിച്ചു കൊടുക്കാൻ പറ്റും ഈ സിനിമയ്ക്കകത്ത്? പക്ഷെ ഇതിൽ അടിയില്ല, ഇതിൽ ഫിസിക്കൽ അടിയില്ല, ഇത് വെർബലി പറയുന്നതേ ഉള്ളൂ. ഇതിൽ അടിയില്ല, മറ്റതിൽ മാത്രമേ അടിയുള്ളൂ. അതെ, എനിക്ക് തമിഴ്നാട് ഇപ്പൊ ചന്തുവിന്റെ ക്യാരക്ടർ എന്താണ് ഇതില്? ഡേവിഡ് പടിക്കലിന്റെ ഫാൻ ബോയ് ക്യാരക്ടർ.
ഇപ്പൊ അതിനകത്ത് ട്രെയിലർ കാണുമ്പോൾ നമുക്ക് ആ ടീസർ കാണുമ്പോൾ നമുക്ക് മെയിൻ ആയിട്ട് കാണുന്നത് നമ്മുടെ ദശരഥ മൂവിയുടെ ഒരു റെഫറൻസ് ഒക്കെ പിടിച്ച ലാലേട്ടന്റെ ഉണ്ണിമുന്തൻ ഫാൻസിനെ ഫോളോ ചെയ്യുന്ന പോലെ ഏട്ടായിക്കിനെ ഫോളോ ചെയ്യാൻ പറ്റും. അത് ആരുടെ ഐഡിയ ആയിരുന്നു? അത് സ്ക്രിപ്റ്റിൽ ഉണ്ടായിരുന്നു? ഞങ്ങൾ പറയാം, അത് അവന്റെ തന്നെയായിരുന്നു. അവൻ പറഞ്ഞത് ആത്മപ്രശംസയായിരുന്നു. കൈ കൊണ്ടുള്ള സാധനം കൈ നിട്ടാണ്. ആണല്ലേ? ആ സാധനം ഒന്നും ഇപ്പൊ കാണിക്കാൻ പറ്റുമോ? ക്ലീശ ആണെന്ന് അറിയാം എങ്കിലും അതെന്ത് കൈ ക്യാമറ കിട്ടൂല. ക്യാമറ നമ്മൾ എടുപ്പിക്കും. ഈ കൈ വെച്ചോ നീ? അല്ല നീ എന്റെ തൈസി ചോട്ടി അത് വിറയ്ക്കൂല. ഉണ്ണിമുന്തൻ ഫാൻസിനെ ഫോളോ ചെയ്യുന്ന പോലെ ഫാൻസിനെ ഫോളോ ചെയ്യുന്ന പോലെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാൻ പറ്റും. ഇപ്പൊ ഇതിനകത്ത് വീണ്ടും ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് വരുന്നത് കോസ്റ്റ്യൂംസ് ആണ്. അത് എടുത്തു പറയേണ്ടതാണ്. ഇപ്പം തല്ലുമാല വന്ന സമയത്തും മറ്റേ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ മാത്രം ഇവര് എല്ലാരും കൂടി ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട് കേട്ടോ. ഹണി പോകുന്ന സമയത്ത് ട്രെൻഡിങ് ആയിരുന്നു. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ ടോവിച്ചേട്ടൻ തന്നെ നോർമലി നമ്മൾ ഇറങ്ങുമ്പോഴത്തേക്ക് സോഷ്യൽ മീഡിയ ഏറ്റെടുക്കാറുണ്ട്, ഒരു ട്രെൻഡ് സെറ്റർ ആവും. അപ്പൊ അതേപോലെ അപ്പൊ ട്രെൻഡ് സെറ്റർ ആവാറുണ്ട്, ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അപ്പം ഇതിനകത്തെ കോസ്റ്റ്യൂംസ് ഒക്കെ ട്രെൻഡ് സെറ്റർ ആവാൻ ചാൻസ് ഉണ്ടോ? അല്ലെങ്കിൽ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി ഭരിക്കാൻ ചാൻസ് ഉണ്ടോ? അങ്ങനെയൊന്നും വലിയ പ്രൊഡക്ഷൻസ് ഒന്നും ചെയ്യാൻ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രീനെ പറ്റി ഞങ്ങൾക്ക് പക്ഷേ ഏക്താ പട്ടിന് ഇനി നല്ല സിനിമകൾ കിട്ടാൻ സാധ്യതയുണ്ട്. എന്റെ കോസ്റ്റ്യൂം ഡിസൈനർ ഇവരുടെ കോസ്റ്റ്യൂം പോലും നല്ല കോസ്റ്റ്യൂം ഡിഫറെന്റ്. അതെന്താ കുറഞ്ഞു പോയതാണോ കൂടി പോയതാണോ? കുറഞ്ഞു പോയത് അതെന്താ അങ്ങനെ? അനുസരിച്ചാണ് പരിപാടി. പക്ഷെ നമ്മളീ മറ്റേത് ചെയ്യാൻ പറ്റില്ല. നമ്മള് സംഭവം താമസം കൂടില്ലാണെങ്കിലും പുറത്തിറങ്ങുമ്പോൾ അതുപോലെ ചെയ്യാൻ പറ്റില്ല. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ടോവിച്ചേട്ടൻ പേഴ്സണലി ഭയങ്കരമായിട്ട് ഇതൊക്കെ ശ്രദ്ധിക്കുന്ന ആളാണ്. അപ്പൊ ടോവിച്ചേട്ടന് എന്തെങ്കിലും ഒരു ഇൻപുട്ട് ഇതിലുണ്ടായിരുന്നോ കോസ്റ്റ്യൂമിന്റെ കാര്യത്തില്? അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. എനിക്ക് അങ്ങനെ ഭയങ്കരമായിട്ട് ഇതിനെപ്പറ്റി അറിയുന്ന ആളൊന്നുമല്ല. എനിക്ക് ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇടാനൊക്കെ ഭയങ്കര മടിയായിരുന്നു. തല്ലുമാല എന്നുള്ള സിനിമയാണ് ശരിക്കും പറഞ്ഞാൽ ആ സമയത്ത് മഷറാണ് ഇത് നമ്മളെ കൊണ്ട് ഇടിയിക്കുന്നത്. ആദ്യത്തെ ദിവസം തല്ലുമാലത്തെ ഡ്രസ്സ് ഒരു പാട്ട് സീനാണ് ഷൂട്ട് ചെയ്യാനുണ്ടായിരുന്നത്. ആ സീൻ മറ്റേ കണ്ണിൽ പെട്ടോളെ എന്നുള്ള ആ പാട്ട് ഷൂട്ട് ചെയ്യാനായിട്ട് വന്ന് ആ ഷോർട്സും ഇതുമില്ല, കുറെ കളേഴ്സിലെ എഴുത്തൊക്കെ ഉള്ളത്. ഇത് കണ്ടപ്പോൾ തന്നെ ഞാൻ നീരജനെ വിളിക്കുകയാണ്, ഞാൻ നിന്നെ പോലത്തെ ഡ്രസ് ഇട്ടിട്ടാണ് അഭിനയിക്കുന്നത്. കാര്യം എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ ഫാഷനൊക്കെ നീരജിന് അങ്ങനത്തെ നല്ല ഫാഷൻ സെൻസ് ഉള്ളതാണ്. ഇവിടെ നമ്മളത് പിടിക്കുന്നതിന് മുമ്പേ അവൻ ഓൾറെഡി അത് പിടിച്ച് അടുത്ത ഫാഷൻ എത്തിയിട്ടുണ്ടാവും നമ്മൾ ഇതിലേക്ക് എത്തുമ്പോ. ഇപ്പൊ ഈ കോസ്റ്റ്യൂമിന്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മള് ഒരുപാട് ഇൻപുട്സ് ഉണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട് സെറ്റിലൊക്കെ മണിക്കൂറുകളോളം ഞാൻ ഇതിനു വേണ്ടി ചെലവഴിച്ചു. ഇന്റർവ്യൂ തുടങ്ങുന്നതിന് മുമ്പ് ഞാനും ചന്തു മാറി എന്ന് പറയുന്നത്, നീ എന്ത് പറഞ്ഞെങ്കിലും എന്റെ പേര് പറയാൻ പറ്റില്ല. വിലയേറിയ കുറെ ഇൻപുട്സ് ആണ്. അതിപ്പോ അല്ലേ നമ്മള് സീക്രട്ട് പുറത്തു പറയാൻ. ഔട്ട്പുട്ടിന് മാത്രമേ ഇവിടെ പ്രസക്തിയുള്ളൂ. ഇൻപുട്ടിന് എനിക്ക് മനസ്സിലായി. ചന്തു പറഞ്ഞ കേൾക്കുമ്പോഴേ അറിയാം സജിമയുടെ നീയും തയ്ച്ചു വെച്ചോ. അതെ, ഇപ്പൊ ഞാൻ കോസ്റ്റ്യൂമിന്റെ കാര്യം പറയുമ്പോഴേ, നമ്മൾ നോർമൽ ലൈഫിൽ നമ്മൾക്ക് ഒരു സിനിമയൊക്കെ എത്തുന്നതിന് മുമ്പ് നമ്മൾ ഒരു ലൈഫ് സ്റ്റൈലായിരിക്കും പോകുന്നത്. അപ്പോൾ സിനിമയിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും ഒരുപാട് ഇപ്പം നമ്മളല്ലായിരിക്കും തിരഞ്ഞെടുക്കുന്നത് ഒരുപാട് കോസ്റ്റ്യൂംസ് വരും. ഇപ്പം ടോവിച്ചേട്ടൻ പറഞ്ഞതിനോട്ട് ചിലപ്പോൾ ചില ഡ്രസ്സൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾക്കൊരു ഇൻസെക്യൂരിറ്റി ആണ്, ചെയ്തെനിക്ക് ചേരുവോ പക്ഷെ അതൊക്കെ അതപ്പോൾ ആ തുടക്ക സമയത്ത് എന്തായാലും കാണുമല്ലോ എല്ലാവർക്കും, ചെയ്തെനിക്ക് ഫിറ്റ് ആയിരിക്കും, എനിക്ക് ഇത് ഓക്കെ ആയിരിക്കും. അപ്പൊ അങ്ങനെയൊക്കെ നിങ്ങൾക്കും തോന്നിയിട്ടുണ്ടോ? ബാലുവിനും അതില്ല, ടൊബിയാണെങ്കിൽ ഇല്ലേ ഇല്ല. ഇവനോ ചന്തുവിന് പിന്നെ ഡ്രസ്സിന്റെ എന്താ മൂക്കില്ലേ? അല്ല എന്നാ പിന്നെ ഓക്കെ. ഇതുപോലെ വേറൊരു കാര്യം കൂടെ ചോദിക്കട്ടെ. ഇപ്പം ഞാനിപ്പോൾ ഈ ചെറിയ ഷോർട്ട് ഫിലിംസ് അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരാളാണ്.
അപ്പോൾ ഈ അതിനൊക്കെ പോകുമ്പോഴത്തേനെ ഈ ചില ഡ്രസ്സുകൾ ചില സാധനങ്ങൾ കാണുമ്പോൾ ഇത് കൊള്ളാലോ നൈസ് ആയിട്ടുണ്ടല്ലോ ഇത് ഈ സ്വന്തമായിട്ട് കിട്ടിയിരുന്നെങ്കിലൊക്കെ നമ്മൾ ആലോചിക്കാറില്ല. ഇപ്പം ചേട്ടനും ചേച്ചിയും എല്ലാവരും ഇപ്പോൾ ഒരുപാട് സിനിമകൾ കഴിഞ്ഞ് ഒരുപാട് ഔട്ട്ഫിറ്റ്സും ആക്ടേഴ്സും ഒക്കെ കാണാറുണ്ട്. അപ്പം ഞാൻ ഇതിനകത്ത് ശ്രദ്ധിച്ചപ്പോഴും നിങ്ങളുടെയൊക്കെ കയ്യിലുള്ള ഒരുപാട് മോതിരം വള മാല അതൊക്കെ കാണാറുണ്ട്. ഇപ്പം ഈ പോസ്റ്ററിലാണെങ്കിലും കാണുന്നത് സ്പെക്സ് ഉണ്ട്, ജാക്കറ്റ്സ് ഉണ്ട്. അപ്പം നിങ്ങൾക്കൊക്കെ ഇത് എപ്പോഴെങ്കിലുമൊക്കെ ഏതെങ്കിലുമൊക്കെ സിനിമയിൽ കാണുമ്പോഴത്തേക്കിനെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഇട്ടതൊക്കെ എപ്പോഴെങ്കിലും വേണം അല്ലെങ്കിൽ ഇതെനിക്ക് ഞാൻ സ്വന്തമായിട്ട് എടുത്തോട്ടെ. ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ഡ്രസ് ഉണ്ടല്ലേ ഡ്രസ് ഉണ്ടല്ലേ തീർന്നില്ലേ ചന്തു ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഇതല്ല പ്രേക്ഷകരെ അറിയാൻ വേണ്ടി പറയാണ്, ഇത് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഡ്രസ്സും അത് ഒരു കോസ്റ്റ്യൂം തന്നെയാണ്. പിന്നെ ആ കയ്യിൽ നടക്കുന്നത് എന്റെ സ്വന്തമാണ്, എന്റെ സ്വന്തമാണ്. അതിപ്പോ അത് സ്വന്തമാണ്. ആ മോതിരം സെയിമാണ്. ഓ മൈ ഗോഡ്, രണ്ട് മോതിരം സെയിമാണ്. അതൊക്കെ എന്റെയാണ്. അപ്പൊ ഈ ചോദ്യത്തിന് ഇപ്പൊ എല്ലാ ഉത്തരം കിട്ടിയോ? ഇപ്പൊ മോസ്റ്റ് എക്സ്പെൻസീവ് എന്ന് പറഞ്ഞാൽ അപ്പൊ ഈ ഡ്രസ്സിന്റെ വില എന്ന് പറഞ്ഞു അയ്യോ ഇത് എനിക്കറിയില്ല. അതെനിക്ക് എന്റെ സ്റ്റൈലിസ്റ്റിന്റെ അടുത്ത് ചോദിക്കേണ്ടി വരും. അത് പ്രൊഡ്യൂസർ അടുത്ത് ചോദിക്കേണ്ടി വരും. ഓ എനിക്ക് ഇഷ്ടമായിട്ടത്. ഗുഡ് ക്വസ്റ്റ്യൻ. ഇങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടോ? ചന്ദ്രനോട് പറഞ്ഞു ഞാൻ പറയാത്തൊന്നും പറയുമ്പോ ചേച്ചിയോട് പറഞ്ഞിട്ടില്ലേ എക്സ്പ്രഷൻ ഇല്ല അങ്ങനെ ഞങ്ങൾ തമ്മിൽ അണ്ടർസ്റ്റാൻഡിങ് അങ്ങനെ കുഴപ്പമില്ല. ഞങ്ങളുടെ രണ്ടുപേരുടെയും ചെറുപ്പം തൊട്ട് ഞങ്ങൾക്ക് അറിയാവുന്നതാണ്. എനിക്കറിയാം. അപ്പൊ നിനക്ക് ജനിക്കുന്നതിന് മുമ്പ് ഞങ്ങളുടെ ആത്മബന്ധം നമ്മളിവിടെ പറയുന്നില്ലെന്ന് മാത്രം. ഞങ്ങൾ അങ്ങനെ പബ്ലിസിറ്റി ആവശ്യം ഇഷ്ടപ്പെടാത്തോണ്ട് കുഴപ്പമില്ല. ഇപ്പൊ ഇന്നലെ ഞാനൊരു ഇന്റർവ്യൂല് നിങ്ങളിങ്ങനെ പറയുന്ന കേട്ടു, അതായത് സലീമേട്ടന്റെ ഡയലോഗ്സ് ഒക്കെ നമ്മൾ ഡെയിലി അടിക്കുന്ന ഡയലോഗ്സ് ആണ്. പക്ഷെ ഒരിക്കലും ചന്ദൂര് മുമ്പ് വെച്ച് പറയാൻ പറ്റില്ല. പക്ഷെ അപ്പൊ അപ്പൊ ഞാൻ എന്താ വിചാരിച്ചോ, ഞാൻ ഓൾറെഡി ചന്ദൂരിന്റെ ഇന്റർവ്യൂസ് എടുത്തിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഇവനെ നന്നായിട്ട് അറിയാം. അപ്പൊ ഇവന് ഞാൻ മെസ്സേജ് അയക്കുമ്പോഴത്തേന് ഒരുപാട് ഇന്റർവ്യൂസ് ഒരൊറ്റ ഇന്റർവ്യൂ എടുത്തിട്ടുള്ളൂ. എനിക്കറിയാം മതിയല്ലോ. 1 മണിക്കൂറിന് ഇന്റർവ്യൂ ആയിരുന്നു. അതുകൊണ്ട് കുറച്ച് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കും. എന്തെത്ര സംസാരിക്കാൻ ചേട്ടാ ഭയങ്കര സംസാരപ്രിയനാണല്ലേ. അപ്പൊ ഒരു ഇന്റർവ്യൂ എടുത്തുള്ളത് 1 മണിക്കൂർ ഉണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ ഇന്നലെ പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു ദൈവം മൂർഖനെയാണല്ലോ ചവിട്ടി എന്നുള്ള സ്ഥിതിയാണ്. അപ്പൊ നിങ്ങളിങ്ങനെ എത്ര പറഞ്ഞാലും സലീമേട്ടന്റെ അതേ ക്യാരക്ടറാണ്. നിങ്ങൾ പറഞ്ഞ സാധനങ്ങൾ 10 മിനിറ്റ് കഴിയുമ്പോൾ അതേപോലെ തിരിച്ചടിക്കും. അപ്പൊ ഈ ലൊക്കേഷനിലൊക്കെ ആദ്യം മറ്റേ മര്യാദക്ക് ഇതുപോലൊക്കെ ഇരിക്കും, കുറച്ച് കഴിയുമ്പോഴത്തേക്കും വരെ കമ്പനി ആയി കഴിയുമ്പോഴേ അപ്പൊ അങ്ങനെ ഭയങ്കര ലൊക്കേഷൻ ഭയങ്കര ഫണ്ണായിരുന്നു നിങ്ങൾ എല്ലാവരോടും. ഇവൻ എപ്പോഴും പോലെ പറഞ്ഞു ആ ഒരു മീറ്ററിൽ തന്നെയാണ്. അല്ലാണ്ട് വരുമ്പോ പ്രത്യേകിച്ച് ഭവ്യതയോ അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല. കുറച്ച് കഴിഞ്ഞാലും അതുപോലൊക്കെ തന്നെ ഈ ഇരിക്കണ പോലെ ഇരിക്കും. എന്താണ് ആ മൂഡിൽ തന്നെയാണ് അവൻ ഫസ്റ്റ് ടൈം കാണുമ്പോഴും ഇപ്പൊ കാണുമ്പോഴും കണ്ട നല്ലത് പറയാം. നല്ലതാണ് പറഞ്ഞത്, മാറ്റമില്ലാത്തവനാണെന്ന് പറഞ്ഞത്. ഭയങ്കര അടിപൊളിയാ, ഭയങ്കര അടിപൊളി. എനിക്ക് വാക്കുകളില്ല പറയാം, അതാണ് ഞാൻ ഉണ്ടായിരുന്നത്. എനിക്കൊരു വാക്കില്ല. ഇപ്പൊ ഇതിനകത്ത് വീണ്ടും നമ്മള് സോങ്ങിനകത്ത് മെയിൻ ആയിട്ട് കാണുന്ന ടോമി ചേട്ടനും കൂടെ എപ്പോഴുള്ള സൗബിക്കയുടെ ആണെങ്കിലും ഞാൻ നോക്കുമ്പോഴത്തേന് ഇന്നലെ ജീൻ ചേട്ടൻ വന്നിട്ട് ഇപ്പൊ ജീൻ ചേട്ടൻ ശ്രദ്ധിച്ചത് കൈ ടാറ്റു ഉണ്ട്, അതേപോലെ നെയിൽസിലൊക്കെ കളർ ചെയ്തിട്ടുണ്ട്. ആ ഒരു റെഫറൻസ് എനിക്ക് സൗബിക്കയുടെ കയ്യിലും കാണാൻ സാധിച്ചു. അത് ജീൻ ചേട്ടനായിട്ട് കൊടുത്തതാണോ, എങ്ങനെയാണ് അതിന്റെ ഒരു ക്യാരക്ടർ സ്കെച്ച്? ആ മുടി കളറയിലും എനിക്ക് തോന്നുന്നു ജീൻ മുമ്പ് ചെയ്തിട്ടുണ്ട് അങ്ങനെ. പക്ഷെ ഇതിങ്ങനെ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ സാധനം എന്നുള്ളതല്ല, ഈ ക്യാരക്ടർ കുറച്ച് യൂണീക്ക് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ. സ്വയം ആധുനിക മനുഷ്യനാണെന്നൊക്കെ അവകാശപ്പെടുന്ന ഒരാളാണ് സൗബിക എന്ന ക്യാരക്ടർ. അപ്പൊ അതിന്റെ ഭാഗമായിട്ടായിരിക്കാം അത് അങ്ങനെയുള്ളത്. ഇപ്പൊ ചന്തു ഉൾപ്പെടെ എല്ലാരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, അതായത് മഞ്ഞുമല്ലിന്റെ കാര്യം ഒരുപാട് കാര്യങ്ങൾ. അല്ല ഇവര് 1 മണിക്കൂർ കുറെ സംസാരിച്ചു. അപ്പൊ പറഞ്ഞൊരു കാര്യമുണ്ട്, അതായത് അവിടെ വരുമ്പോഴേ പ്രൊഡക്ഷൻ സൗബിക്കയുടെ തന്നെയാണ്. അപ്പൊ രാവിലെ ഒരു ഫുഡ് കഴിക്കാനൊക്കെ പോകുമ്പോഴേ ഇന്നും ദോശയാണോ, നമുക്ക് പോയി ബീഫും മറ്റേ ഇതൊക്കെ കഴിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഇവിടുത്തെ പ്രൊഡക്ഷനില് ഇപ്പൊ നിങ്ങൾ ഫുഡൊക്കെ ഒരു ദിവസം വേണ്ടാന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് പോയി ഫുഡ് കഴിക്കാന്നൊക്കെ പറഞ്ഞ് സൗബിക്കൊക്കെ വിളിച്ചോണ്ടു, അല്ലെങ്കിൽ പ്രൊഡ്യൂസർ എങ്ങനെയായിരുന്നു? പ്രൊഡ്യൂസർ അനുവേടനല്ലേ, അനുവേടനം അതുപോലെ തന്നെയായിരുന്നു. ഞങ്ങള് ഇവിടെ ഹരിപ്പാടല്ലേ ഷൂട്ട്, ഹരിപ്പാടല്ല മറ്റേ വീട് പഠിക്കല വീട് കുമ്പളങ്ങിലാണോ വീട്, സൂപ്പർ സ്റ്റാറിന്റെ വീടാണ് ആലപ്പുഴ. അവിടെ എവിടെയും ഉറപ്പിക്കുന്നത് അവിടെ നമ്മളെ ഷൂട്ടിലൊക്കെ പോയപ്പോ അവിടെ മറ്റേ മധുച്ചേട്ടന്റെ കട
അവിടെയൊക്കെ കൊണ്ടുപോകാൻ പറ്റിച്ചായിരുന്നു. സൗദിക്ക് കൊണ്ടുപോകുന്നു, അങ്ങനെ കൊണ്ടുപോകില്ല. അല്ല പറച്ചില് സൗദിക്കാൻ പോലെ തന്നെ പറയായിരുന്നു. അല്ല പക്ഷെ നമ്മള് ലൊക്കേഷനില് ഇടയ്ക്ക് നമ്മളിങ്ങനെ ബീഫ് വരുന്നു എന്നൊക്കെ പറഞ്ഞ് പിന്നെ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുന്നു. അപ്പൊ ഞാൻ ഡയറ്റ് ഫുഡ് എന്നൊക്കെ പറഞ്ഞിട്ട് സാലഡ് പരിപാടിയൊക്കെ വന്നിട്ടുണ്ടോ, അതിങ്ങനെ പതുക്കെ മാറ്റി വെക്കുന്നു. പക്ഷെ വരാറുണ്ടോ? നീ ഉള്ള ദിവസങ്ങളിൽ എത്തിയിട്ടുണ്ടാവില്ല. പക്ഷെ അത് പ്രൊഡ്യൂസർ അലനായിരുന്നു കൊണ്ടുവന്നത്. പ്രൊഡ്യൂസർ അനൂപാണെങ്കിൽ ചിലപ്പോൾ അതായിരിക്കും. പ്രൊഡ്യൂസർ ചേട്ടനെ പൊക്കി പറയുമ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ ഇട്ട് കൊടുത്ത് ചേട്ടൻ തിരിച്ചിറങ്ങുമ്പോൾ എന്നെ അടിക്കൂ. ഓക്കെ, ഞാൻ എന്തായാലും ഒരു റാപ്പിഡ് ഫയറൂടെ വെക്കുവാണ്. ഓക്കെ, സെറ്റ് അല്ലേ? വെക്കുവാണേ. നമ്മള് സിനിമ നടനും നടിയൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കിന് നമ്മള് അത്രയും നാളും ചിലപ്പോ വാങ്ങിക്കാൻ വേണ്ടി വെച്ചിരുന്നൊരു സാധനം കാണും. കാരണം അപ്പോഴാണല്ലോ കുറെ കൂടെ കാശൊക്കെ നമ്മുടെ കൈ വരുന്നത്. അപ്പം കോസ്റ്റ്ലി ഗാഡ്ജറ്റ്സ് യു ഹാവ്, അല്ലെങ്കിൽ ആ സമയത്ത് വാങ്ങിച്ചത് സിനിമ നടൻ നടിയായി ഗാഡ്ജറ്റ്, അല്ലെങ്കിൽ ഏറ്റവും ആദ്യമായിട്ട് വാങ്ങിച്ചത് ഏറ്റവും ഞാൻ വളരെ ബുദ്ധിപരമായിട്ട് കിട്ടിയത് ഒരു 10,000 രൂപയാണെങ്കിലും 20,000 രൂപയാണെങ്കിലും നേരെ കൊണ്ടുപോയി അപ്പൻ്റെ കൊടുക്കും. പിന്നെ എപ്പോഴും അടുത്ത സിനിമ എന്നറിയില്ലല്ലോ. അപ്പൊ ആ 10,000 വെച്ചിട്ട് ഇടയ്ക്കിടെ കിട്ടും. ഞാൻ തന്ന അന്നത്തെ 10,000 ഒരു 500 കൂടെ താ, പക്ഷെ ഞാനൊരു 200 പ്രാവശ്യം മേടിക്കും. അങ്ങനെയാണ്, അല്ലാണ്ട് അങ്ങനെ ഭയങ്കര കോസ്റ്റ്ലി ആയി കഴിഞ്ഞിട്ട് എന്നാലും ഒരു സംഭവം വാങ്ങിച്ചാണല്ലോ, ആഗ്രഹിച്ചൊരു സംഭവം, അല്ല ഔട്ട്ഫിറ്റ്സോ അല്ലെങ്കിൽ ഒരു കാറോ എന്തെങ്കിലും അവിടെ എന്തായാലും കുഴപ്പമില്ല. ആദ്യമായിട്ട് വാങ്ങിച്ച ലക്ഷറി സാധനം അങ്ങനെയൊന്നും ചോദിച്ചാൽ അല്ല ഓർമ്മയില്ല വാങ്ങിച്ചിട്ടൊക്കെ ഉണ്ടാവും. ഓർമ്മയില്ല, ഒരുപാട് വാങ്ങിച്ചതുകൊണ്ട് ഒന്നും ഓർമ്മ. ഞാനും ബാലുവൊക്കെ ഞാന് ഓർമ്മ ഉണ്ടാവും. സിനിമയിൽ എനിക്ക് പൈസ കിട്ടിയിട്ടുണ്ടോ എന്ന് വരെ ഒരു ചുരിദാറോ അല്ല കേട്ടോ. പക്ഷെ ആ സമയത്തൊക്കെ ഈ പറഞ്ഞ പോലെ അച്ഛനായിട്ടാണ് ഇതൊക്കെ. ഞാൻ ഫ്രീ ആയിട്ട് വരെ അഭിനയിച്ചിട്ടുണ്ടോന്ന് വരെ എനിക്ക് ഡൗട്ട് ഉണ്ട്, എനിക്കറിയില്ല. ബിക്കോസ് അച്ഛനും കുറെ ഫ്രണ്ട്ഷിപ്പ് അത്. പക്ഷെ ഞാൻ കുറച്ച് പിന്നെ അച്ഛനുണ്ട്, ഫോണും ഒരു കാറും. ഞാനൊരു 15 വയസ്സിൽ സിനിമയിൽ വന്നോണ്ട് ആ സമയത്തൊന്നും എനിക്ക് ഫോൺ വേണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. വാങ്ങിച്ചു തന്നില്ല, അച്ഛൻ തന്നെയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഫ്ലിപ്പാണോ അത് എങ്ങനത്തെ സ്ലൈഡിങ് ആണോ എന്തോ ഒരു ഫോൺ എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അന്ന് എനിക്ക് ഓർമ്മയുണ്ട്. അതെനിക്ക് ഓർമ്മയില്ല, ഫ്ലിപ്പാണോ സ്ലൈഡാണോ അതെനിക്ക് ഓർമ്മയില്ല. വെറുതെ അല്ല അച്ഛൻ ഫോൺ സിനിമയിൽ അഭിനയിച്ചിട്ട് എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനം, എക്സ്പെൻസീവ് ആയിട്ടുള്ള മാക്ബുക്ക് ലാപ്ടോപ്പ്. അതങ്ങനെ ഞാൻ റീസെന്റ് ആയിട്ട് മാക് വാങ്ങിച്ചു തരുമായിരുന്നു. ഓഹോ, 1 മണിക്കൂർ എന്തൊക്കെ സംസാരിക്കും. ബുദ്ധി പോരെ, മഞ്ഞുമല്ലല്ലേ ചെയ്തത് ഉണ്ട്. പക്ഷെ എന്നാലും ഇതൊക്കെ മാക്കൊക്കെ വാങ്ങിക്കുന്നത് ഞാനീ പറഞ്ഞ പോലെ കൃത്യമായിട്ടൊന്നും ഓർമ്മയില്ല. എനിക്ക് ഫോണ് തോന്നുന്നു. കാര്യം പറഞ്ഞ പോലെ ആ സമയത്തും നമുക്ക് ഏറ്റവും ആഗ്രഹമുള്ള സംഭവം അതായിരുന്നു, ഫോണായിരുന്നു. അങ്ങനെ ഫോണായിരിക്കും. ഞാൻ ഭയങ്കര പിശുക്കനായിരുന്നു സത്യം പറയുന്നു. ഇപ്പോഴും അതെ, ഓഫറിലൊക്കെ മേടിക്കുള്ളൂ. ആവശ്യത്തിന് എനിക്ക് ഓഫർ കിട്ടിയായിരുന്നു. എനിക്ക് ഗണപതി വിളിച്ചു പറഞ്ഞിട്ട് ലുലു മാളിൽ ഓഫർ കിട്ടിയായിരുന്നു. അടുത്തത്, അതായത് നിങ്ങൾ സിനിമാ നടനൊക്കെ ആയി കഴിഞ്ഞിട്ട് നിങ്ങളെ പറ്റി തന്നെ കേട്ടിട്ട് ഞെട്ടിപ്പോയി റൂമറുണ്ടോ? അല്ലെങ്കിൽ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ടോബിനോയ്ക്ക് പുതിയ കാറ് വാങ്ങി ടോബിനോ ഞാൻ എടുത്തിട്ട് പോലും ഉണ്ടാവത്തില്ല. അപ്പൊ അങ്ങനെ എന്തെങ്കിലും കേട്ട റൂമർ, ഞെട്ടിച്ചിട്ടുള്ള റൂമർ? അതായത് പണ്ട് ഞാൻ ചെറിയ അരപ്പട്ടിണിയായിട്ട്, പുറത്തുള്ള ആൾക്കാർക്ക് അറിയില്ലല്ലോ, നമ്മൾ ഒരു സിനിമ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത സിനിമയാണ് ചിലപ്പോൾ 5-8 മാസം 1 കൊല്ലമൊക്കെ ആയിട്ടായിരിക്കും. അപ്പൊ നിസാര ശമ്പളമൊക്കെ ആയിരിക്കും. അപ്പം ചേട്ടന്റെയും അപ്പന്റെ ഒക്കെ ചെലവ് തന്നെ ആണ് ജീവിക്കുന്നത്. അങ്ങനെയുള്ള സമയത്ത് പോലും ഒരു ദിവസം ഞാനിങ്ങനെ പുറത്തേക്ക് ഇറങ്ങി എൻ്റെ ഒരു ഫ്രണ്ടിന്റെ ഒരു ബേക്കറി ഉണ്ട്, അവൻ്റെ അടുത്ത് ചെന്നപ്പോൾ അവനും അപ്പോൾ ബേക്കറി ജംഗ്ഷനിൽ തന്നെ ആയതുകൊണ്ട് അവൻ എല്ലാ ന്യൂസും അവൻ്റെ അടുത്തേക്ക് എത്തുന്നതാണ്. ഇവൻ എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് എൻ്റെ വീടിൻ്റെ ചുറ്റുപാടും ഒരു 2-3 പുതിയ തിയേറ്ററുകൾ, മൾട്ടിപ്ലക്സ് വന്നേക്കണം. അപ്പോൾ അവിടെ തുടങ്ങിക്കണം മറ്റേ തിയേറ്റർ നിന്റെയാണെന്ന്. അപ്പൊ ഞാനാണെങ്കിൽ പേഴ്സണാകെ 20 അപ്പൊ ഞാൻ അത് കോടിക്കണക്കിന് രൂപ കൊടുക്കിട്ട് അത് നിന്റെയാണെന്ന് കേൾക്കണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോ ഞാനപ്പോ ആരാ പറഞ്ഞേ അല്ലടാ അപ്പൊ അങ്ങനെ പറഞ്ഞാലും അവനെ വിശ്വസിച്ചോളൂ. അങ്ങനത്തെ കുറെ റൂമേഴ്സ് കേൾക്കാറുണ്ട്. എനിക്ക് എൻ്റെ എല്ലാ റൂമേഴ്സും ഞെട്ടാനേ എനിക്ക് സമയമുള്ളൂ. അതിന് മാത്രം ഞാൻ എന്തൊക്കെയൊക്കെ ഞാൻ മരിച്ചുപോയി എന്ന് പറഞ്ഞാൽ കേട്ടിട്ടുണ്ട്. ഞാൻ മരിച്ചുപോയി ഇങ്ങനെ
ഞാൻ മരിച്ചു പോയി എന്ന് കേട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ പുറത്ത് പറയാൻ കൊള്ളാത്ത പലതും ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ അമേരിക്കയിൽ പോയിട്ട് അബോർഷൻ ചെയ്തു, ഇവിടെ കൊച്ചിയിൽ പോയി ഞാൻ അബോർഷൻ ചെയ്ത് മരിച്ചു. ഞാൻ എല്ലാ മാസവും അതെന്താ തുടങ്ങിയ ഒരു 1-2 വർഷത്തിനുള്ളൊക്കെ കേൾക്കുമ്പോഴേ നമ്മളിങ്ങനെ എന്നൊക്കെ. അമേരിക്കയിൽ അബോർഷൻ ചെയ്തു, ആലുവയിൽ അബോർഷൻ ചെയ്തു, കൊച്ചിയിൽ അബോർഷൻ ചെയ്തു, ചെന്നൈയിൽ അബോർഷൻ ചെയ്തു. ഞാൻ എന്ത് പൂച്ചയോ അബോർഷൻ ചെയ്ത് എനിക്ക് വയ്യ. അവസാനം എനിക്ക് മടുത്തത് കേട്ട് ആരെങ്കിലും എൻ്റെ അടുത്ത് വന്നിട്ട് ഞാൻ നിന്നെ പറ്റി ഞാൻ അബോർഷൻ ആണെങ്കിൽ ചെയ്തു എന്നങ്ങനെ വിചാരിച്ചേക്കാം, ഇനി ചോദിക്കരുത്. കാരണം ഒരു പരിധി കഴിയുമ്പോഴേ ഇതെന്തത് ഞാൻ അബോർഷൻ ചെയ്യാൻ വേണ്ടിയാണ് ഇത് കേട്ട് 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 പിന്നെ ഒരു സമയത്ത് ഞാനും അനൂപേട്ടനും കൂടി കല്യാണം കഴിഞ്ഞു എന്നൊക്കെ വരെ ആയിപ്പോയി. അങ്ങനെ ഞാൻ ഞെട്ടി 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 ഇപ്പൊ ഞെട്ടാറില്ല. ഞാൻ ഇപ്പൊ എന്ത് ആണോ ഓക്കെ അതെ കല്യാണം മുടങ്ങി, കല്യാണം കഴിഞ്ഞു, ഡിവോഴ്സായി, തിരിച്ചു വന്നു, പിന്നെയും മുടങ്ങി. കേട്ട് 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 എനിക്ക് എന്തെങ്കിലും ആയിക്കോട്ടെ. അതിങ്ങനെ എവിടെന്നെങ്കിലും ഒരു സാധനം ആരെങ്കിലും അങ്ങോട്ട് പടച്ചു വിട്ടു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ പല ഇറങ്ങി നടന്നു. അതെ 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 ഞങ്ങള് ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ഇതാണ് 250 കോടിയുടെ 10 കോടി വെച്ചിട്ട് എല്ലാരും കിട്ടിയിട്ടുണ്ട്. 10 കോടി ഞങ്ങള് വീട്ടില് കടഞ്ഞു പോയി ആൾക്കാർ വരും 10 കോടിന് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതിന് പൈസ എനിക്ക് കിട്ടിയാണ് പണിയതാണ്. വീട്ടില് ഈ പറഞ്ഞ 150 കോടി ആയിട്ടോ അതിന്റെ ചെലവ് എന്ന് പറഞ്ഞാൽ എന്റെ പപ്പന്റെ അടുത്ത്, പപ്പക്കാണ് ഏറ്റവും വലിയ പ്രശ്നം, എന്നെക്കാളും കൂടുതൽ. കാര്യം ഇത് എനിക്ക് അത്ര ഫേസ് ചെയ്യണ്ടില്ല. എന്റെ ഫ്രണ്ട്സ് ആണ് എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും. പപ്പയുടെ ഫ്രണ്ട്സിനാണ് ഇത് സ്ഥിരം കിട്ടുന്ന പണി. 150 കോടി ആയിട്ടോ അതിന്റെ ചെലവ് വേണം, 200 കോടിയായി അതിന്റെ ചെലവ് വേണം. ഞങ്ങള് കിട്ടിയിരിക്കുന്നത് നമുക്ക് ഒരു എത്ര വണ്ടിയുടെ എല്ലാവർക്കും ഓരോ ഏതോ എല്ലാവർക്കും വണ്ടി, പിന്നെ പ്ലസ് എല്ലാവർക്കും 10 കോടി വെച്ച് എന്റെ വീടിന്റെ അപ്പുറത്തുള്ള ചേട്ടൻ എന്നിട്ട് ഇതൊക്കെ പുള്ളിക്കാരൻ 10 കോടിയുടെ കഥയൊക്കെ കേട്ടിട്ട് പുള്ളിക്കാരൻ അത്ര ഒന്നും കിട്ടിയിട്ടൊന്നുമില്ല, 1 കോടി രൂപ എന്തോ കിട്ടിയത്. ഒരൊറ്റൊരെണ്ണം കൂടെ. ഇപ്പൊ നിങ്ങൾക്ക് കോളേജ് പഠിക്കുന്ന സമയത്ത് ചിലപ്പോൾ വിചാരിച്ചിട്ടുണ്ടാവില്ല നമ്മൾ സിനിമ നടിയാവും, സിനിമ നടനാവും എന്നൊക്കെ. ആ സമയത്ത് ചിലപ്പോൾ നമ്മൾക്ക് ആ സമയത്ത് ക്രഷ് തോന്നിയ ഒരാളോട് പോയില്ല ഒരു ഇഷ്ടമൊക്കെ പറഞ്ഞിട്ടുണ്ടാവും, നൈസായിട്ട് അവർ റിജക്ട് ചെയ്ത് പോയിട്ടുണ്ടാവും. ഇപ്പൊ ആള് അല്ലെങ്കിൽ ഒരു മെസ്സേജ് അയക്കുക, അല്ലെങ്കിൽ ഇപ്പൊ ആളോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്തായിരിക്കും പറയുന്നത്? ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോ റിജക്ട് ചെയ്തൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അവളാണ് ഇപ്പൊ എന്റെ ഭാര്യ. ഇപ്പൊ എന്റെ അടുത്ത് ഫോൺ വിളിച്ചിട്ട് വാങ്ങിക്കാനുള്ള സാധനങ്ങളുടെ ലിസ്റ്റും. എനിക്ക് സ്ട്രോങ് ക്രഷ് തോന്നിയിട്ടുള്ള മാധവന്റെ അടുത്താണ്. അത് ഞാൻ ഇത് പഠിക്കുമ്പോൾ അലൈപായത് റിലീസായതിനു ശേഷമാണ്. ഭയങ്കര ക്രഷായിരുന്നു അത്. പക്ഷെ ഞാൻ പോയി അങ്ങനെ അത് ഞാൻ എവിടെയോ പറഞ്ഞത് മാധവൻ അറിഞ്ഞു. പിന്നെ ഞങ്ങൾ വർക്ക് ചെയ്തിട്ട് ഞങ്ങൾ 2-3 മൂവീസ് ചെയ്തു. അപ്പം അങ്ങനെ സംസാരിച്ചു, അങ്ങനെ റിജക്ട് ചെയ്തത് ഇല്ല. എന്തോ ആളുകൾക്ക് ഇഷ്ടമാണ്. ഞാനാണ് അല്ല ആദ്യം പറഞ്ഞു തന്നെ ഓക്കെ. അതിലൊരു പെയിൻ ഉണ്ടല്ലോ. ചേച്ചി പിന്നെ പറയാൻ റിജക്ഷൻ ഒന്നും കിട്ടിയിട്ടില്ല. കണ്ണു പറയുന്നുണ്ടോ? ആരോടൊന്നും പറയാനുമില്ല. നീ എനിക്ക് അറിയില്ല, നിന്റെ കണ്ണു തുറക്കുമ്പോൾ എനിക്ക് തോന്നുന്നു. എന്തായാലും നമുക്ക് ഇതൊരു സമയത്തിന് പരിമിതി പോലെ വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ ഞാൻ വൈൻഡപ്പ് ടാസ്ക് ചേച്ചിക്ക് തരുവാണ്. എനിക്ക് എന്റെ ഒരു ആഗ്രഹമാണ്, കാരണം സ്റ്റേറ്റ് അവാർഡ് വരെ വാങ്ങിച്ചൊരു പടമാണ് നമ്മുടെ നമ്മൾ എന്നുള്ളത്. അപ്പൊ അതിനകത്തെ പരിമളത്തിന്റെ ഡയലോഗ് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? എന്താ ശ്യാമണ്ണ ശിവണ്ണ അതല്ലേ? അത് ടോവിയുടെ പേര് പറഞ്ഞിട്ട് പറയണോ? അത് എന്താന്ന് എന്റെ അല്ല ആക്ച്വലി എന്റെ ഫസ്റ്റ് ഡയലോഗ് അതാണ്. എന്താ ശ്യാമണ്ണ ഇന്ന് പണിക്കൊന്നും പോയില്ലേ? ഇതാണ് എന്റെ ഫസ്റ്റ് ഡയലോഗ്. അതെ ബാക്കിയൊന്നും എനിക്ക് ഓർമ്മയൊന്നുമില്ല. ചേച്ചി ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഏതെങ്കിലും ഒരു ഡയലോഗ്
ഇപ്പോഴത്തെ സിറ്റുവേഷനോ ആ. എന്ന് വെച്ചാൽ എനിക്ക് ഇപ്പൊ ക്ലിയർ പറയാൻ ആയില്ല. തോന്നുന്നൊരു കാര്യം ആ സംസാരത്തിൽ അങ്ങ് പറഞ്ഞു. ഓ ആ ഡയലോഗ് ആവണമെന്നില്ല. ഓ, അങ്ങനെ ആ തൃശ്ശൂർ സ്ലാങ് ആണോ ഉദ്ദേശിക്കുന്നത്? അപ്പൊ ടോവി ഡേവിഡ് പടിക്കൽ പൊളിക്കട്ടെ ടഗടി തൃശ്ശൂരരിയാണ്. അപ്പൊ പിന്നെ ഞങ്ങൾക്ക് ഇത് ഭയങ്കര അറിയാവുന്ന പുറത്ത് ബാക്കി ഞങ്ങള് വർത്താനം എന്നൊക്കെ ഉള്ളത് നമ്മൾ പിന്നെ ഇച്ചിരി പബ്ലിക്കിൽ സംസാരം ചില തീരുമാനങ്ങൾ എന്നൊക്കെ. പല തീരുമാനങ്ങൾ. ഓക്കെ, അപ്പൊ എന്തായാലും മെയ് 3-ാം തീയതി നമ്മളെ സിനിമ തിയേറ്ററിൽ വരുവാണ്. അടിപൊളി ആവട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ ഒരു വൈബും ഈ ഒരു എന്താ പറയുക അടിപൊളിയായിട്ട് നമുക്ക് തിയേറ്ററിലും കാണാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ചങ്ങനാശ്ശേരിക്ക് മാറ്റുകൂട്ടാൻ AGD ഗോൾഡൻ ഡയമണ്ട്സ് മെയ് 1 ഉദ്ഘാടന വേളയിൽ 10 പവനോ ഡയമണ്ട് നെക്ലേസ് സ്വന്തമാക്കൂ.